അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടാക്ടിക്കൽ അനാലിസിസ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പം ലാസ്റ്റത്തെ 1-2 പ്രീ സീസൺ മത്സരത്തിൽ അമോറിം ഈ ഒരു ടാക്ടിക്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മേ ബി സെസ്കോ കഴിഞ്ഞ 2 മത്സരത്തിനും കളിച്ചില്ല, പുള്ളിക്കാരൻ ഇപ്പം ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പം സെസ്കോ ഈ ഒരു ടാക്ടിക്സിന് അനുയോജ്യനായ ഒരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ടാക്ടിക്സ് നോക്കാം. അതിന് മുന്നേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീം സ്ക്വാഡ് എത്രത്തോളം സ്ക്വാഡ് ഡെപ്ത് ഉണ്ടെന്ന് നോക്കാം. അതിനുശേഷം ഒരു പോസിബിൾ സ്റ്റാർട്ടിംഗ് 11 എന്തായിരിക്കും എന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ആ ടാക്ടിക്സിലേക്ക് കൂടുതൽ കടന്നു പോകാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം നിങ്ങളെ മുമ്പിൽ കാണുന്ന ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ടീം സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. അതിലൊരു പക്ഷേ കുറച്ച് പ്ലെയേഴ്സൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഗർനാച്ചോ പോകാൻ സാധ്യതയുണ്ട്. അത് സാൻജോൻ്റെ ഒരു ഐഡിയ ഇല്ല എന്താണ് സംഭവം എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൻ്റണി മേ ബി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കളിക്കാരൊക്കെ ഇതിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് കളിക്കാർ മേ ബി വരാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി ലൈക്ക് ബലേബ. അപ്പോൾ ബലേബനെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ വരുമായിരിക്കും, ചിലപ്പോൾ വരില്ലായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ എന്താ പറയുക പൈസ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ ഞാൻ കുറച്ച് പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ ഒന്ന് ചെറുങ്ങനെ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഫസ്റ്റ് 11 കളിക്കാൻ സാധ്യത ഇല്ലാത്തവരായതുകൊണ്ട് അത് വലിയ മേജറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൂടാതെ നമ്മൾ ഈ ഒരു സ്ക്വാഡ് ഡെപ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു പോസിബിൾ സ്റ്റാർട്ടിങ് 11 ഒരു ഫോർമേഷനും നമുക്ക് എന്താണ് നോക്കാം. അപ്പം ഇതായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പോസിബിൾ സ്റ്റാർട്ടിങ് 11 എന്ന് പറഞ്ഞത്. അതേപോലെ ഒരു ഫോർമേഷൻ ഇതായിരിക്കും 3-4-3 എന്നുള്ളൊരു ഫോർമേഷൻ ആയിരിക്കും മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു പ്രാവശ്യം അമോറിയത്തിൻ്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ എനിക്ക് ഡൗട്ടില്ലത് ഈ ഒരു പൊസിഷനാണ്. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞത് മെയിനും ഉണ്ട്, ഉഗാട്ടയുണ്ട്, കസമീറോ ഉണ്ട്. ബലേബന അഥവാ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബലേബനെ സൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ 3 കളിക്കാരിൽ ആരെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രീ സീസൺ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു അമോറിം ആകെ 2 പ്രാവശ്യം മാത്രമേ മെയിനുവിനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൂടാതെ ഉഗാട്ടേനെ ഒരുപാട് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉഗാട്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ചെങ്ങായിക്ക് സ്പീഡ് കുറവാണ്. അപ്പം അതുകൂടാതെ ബോൾ ക്യാരിങ് കപ്പാസിറ്റിയും വളരെ കുറവാണ്. നമ്മൾ എവർട്ടനായിട്ടുള്ള ആ പ്രീ സീസൺ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എവർട്ടൻ്റെ 1ാമത്തെ ഗോള് വീഴാൻ കാരണം തന്നെ ഉഗാട്ടയാണ്. അപ്പോൾ ഉഗാട്ടേനെ ഡിസ്പോസസ് ചെയ്തിട്ടാണ് എവർട്ടൻ ആ ഗോൾ അടിച്ചത്. അപ്പോൾ ആ ഒരു റീസൺ വെച്ചുകൊണ്ട് ആ ഒരു മേ ബി കസമീറോവും ഏകദേശം 33 വയസ്സായി, പുള്ളിക്കാരൻ ആ ഒരു പഴയ പ്രതാപകാലത്തിന് നിഴൽ മാത്രമാണ്. മേനുവിനെ എനിക്ക് തോന്നുന്നില്ല അമോറിം കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രീ സീസണിൽ അങ്ങനെ അധിക മത്സരങ്ങളിലും ഒരുപാട് സമയം ചങ്ങായിക്ക് കൊടുക്കാതിരുന്നത്. അപ്പം ബലേബ വന്നില്ലെങ്കിൽ ഈ ഒരു ഉഗാട്ടയുടെ പൊസിഷനിൽ മിക്കവാറും ഉഗാട്ട തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യൽ. അഥവാ ബലേബന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 116 മില്യൺ 112 മില്യൺ അങ്ങനെ എന്തോ ആണ് ബ്രൈറ്റൺ വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു പൈസ കൊടുത്തിട്ട് ബലേബനെ കൊണ്ടുവന്നാൽ ഈ ഒരു ടീം സെറ്റാണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ യുണൈറ്റഡിൻ്റെ ഏറ്റവും വീക്ക് പൊസിഷനായിട്ട് കരുതേണ്ട ഒന്നാണ്. അപ്പം സാധാരണ നമ്മൾ പേപ്പറിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് 11 തുടങ്ങുന്നത് ഇങ്ങനെ ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ ഒരു 1-2 മത്സരത്തിൽ അമോറിം നടത്തിയ ചെറിയ ഒരു ട്വീക്കും ചെറിയൊരു ടാക്റ്റിക്കൽ ചേഞ്ചും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ ഒരു വരുന്ന സീസണിൽ യുണൈറ്റഡിൻ്റെ പ്രത്യേകിച്ച് സെസ്കോ വരുന്നതുകൊണ്ട്. സെസ്കോ ഇവിടെ സ്റ്റാർട്ടിങ് 11 സ്ട്രൈക്കറായിട്ട് വരുന്നതുകൊണ്ട് ആ ഒരു ടാക്റ്റിക്കൽ എന്താ പറയുക ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം. സാധാരണ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ് ബാക്കും, അതായത് ഡോർഗുവിനും ദിയാലോക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫോർമേഷനാണ്. അപ്പോൾ 2 പേരും നല്ല സ്പീഡുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് അവരെ കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെ 3 ബാക്കുകൾ, അവരെ വിങ് ബാക്ക് ഇത് ഡാലോ ആണ്. പക്ഷേ ഡാലോ ബേസിക്കലി ഫസ്റ്റ് 11 കളിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ ഡോർഗ് വരും, അമാദ് കുറേ ഉള്ളോട്ട് കയറിയിട്ടില്ല. അപ്പോൾ അത് പുള്ളിക്കാരനെ സ്ക്രീനിൽ കാണുന്നില്ല. അപ്പോൾ നമുക്കറിയുന്ന പോലെ 2 വിങ് ബാക്കുകൾക്കും അവർ ഏറ്റവും കൂടുതൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ അമോറിമിൻ്റെ ഈ ഒരു 3-4-3 എന്നൊരു സിസ്റ്റം. അത് സാധാരണ അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സാധാരണ എല്ലാ ടീമും കളിച്ചു വരുന്നതാണ്.
പക്ഷേ കഴിഞ്ഞ ഈ ഒരു കളിയിൽ അമോറിയത്തിൻ്റെ ആ ഒരു പുതിയ ടാക്ടിക്സ് അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൂടാതെ ആ ഒരു ടാക്ടിക്സിൽ വിങ് ബാക്കിന് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സ്പേസും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ആദ്യ പടി എന്ന് പറഞ്ഞത് ഈ ഒരു സ്പേസ് നാരോ ആക്കുക അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഈ ഒരു ഏരിയ അതുകൂടാതെ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്കറിയാം ബാക്കുകളെ ഈ ഒരു രീതിയിൽ വിന്യസിച്ച് കഴിഞ്ഞാൽ ആകെ നമുക്ക് സെൻട്രലിൽ വരുന്ന മിഡ്ഫീൽഡ്സ് എന്ന് പറയുന്നത് 2 പേര് മാത്രമായിരിക്കും, ബേസിക്കലി സെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമുക്ക് സ്ക്വീസ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ അവരെ എതിരാളികളുടെ പ്രസ് മറികടിക്കേണ്ടതും കൊണ്ട് അമോറിയം കഴിഞ്ഞ മത്സരത്തിൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിലീറ്റിനെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇറക്കി കളിപ്പിച്ചു. എന്നിട്ട് ഈ ഒരു ട്രയാങ്കിൾ അവിടെ രൂപം കൊടുത്തു. ഞാനത് കാണിച്ചു തരാം ഫോട്ടോയിൽ. ഇതാ, ഇപ്പം ഡിലീറ്റ് സാധാരണ വിചാരിക്കുന്നത് ഡിലീറ്റ് ബേസിക്കലി ഇവിടെ വരണം എന്നാണ് അല്ലേ. പക്ഷേ അമോറിയം കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഡിലീറ്റിനെ ഈ ഒരു പൊസിഷനിൽ നിന്ന് കുറച്ച് ഇറക്കി കളിച്ചു. അതുകൊണ്ട് ഈ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ഒരു ട്രയാങ്കിൾ രൂപപ്പെടുത്താൻ സാധിച്ചു. അപ്പം ബേസിക്കലി ഈ ഒരു പ്രസ്, എതിർ ടീമിൻ്റെ ഒരു പ്രസ്, ഈ ഒരു രീതിയിലൊരു പ്രസ് കുറക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മിഡ്ഫീൽഡിൽ ഒരു എക്സ്ട്രാ പ്ലെയറിൻ്റെ ഒരു പ്രസൻസും കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവർ 2 ഫോർവേഡും ഇറങ്ങി വന്നിട്ടുണ്ട്. 2 വിങ് ബാക്കുകൾ അവരെ പൊസിഷനിൽ അവർക്ക് അധികം ഇറങ്ങി വന്ന് ബോൾ വാങ്ങേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഈ കാണുന്ന ഇത്രയും പ്ലെയേഴ്സിനെ ബൈപ്പാസ് ചെയ്യാൻ ഇവിടെ നിന്നൊരു ഷോർട്ട് ലോങ് ബോൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു ഷോർട്ട് ഓവർ ദ ഹെഡ് ബോൾ എന്നൊക്കെ പറയാം. എന്താണ് അതിൻ്റെ എക്സാക്ട് വേർഡ് എന്ന് എനിക്കറിയില്ല. അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഉദാഹരണം കാണിച്ചു തരാം. ഒരു വീഡിയോ അല്ല, ഞാനൊരു 3 വീഡിയോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 വീഡിയോ ഞാൻ കാണിച്ചു തരാം 1 by 1. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു ഇത്രയും ഏരിയയിലുള്ള ആ ഒരു പ്രസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ ലോങ് ബോളോ ഷോർട്ട് ലോങ് ബോൾ, എന്താണ് അതിൻ്റെ ഓവർ ഹെഡ് ബോൾ എക്സാക്ട് നെയിം അറിയില്ല, ഞാൻ പറഞ്ഞായിരുന്നു 2 മിനിറ്റ് മുമ്പേ. ഇതുണ്ടോ, ഇതാ അവർ ആ ഒരു സ്പേസിലെ മുഴുവൻ പ്ലെയേഴ്സിൻ്റെ പ്രസ് അങ്ങ് ഒഴിവാക്കി ഡയറക്റ്റ് ബോൾ ഫ്രണ്ട് 3 കൊടുത്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു വീഡിയോയും കൂടി നോക്കോ. യോറോക്ക് പാസ് കൊടുത്തു, യോറോ ദിയാല സി, അതായത് ഓവർ ഹെഡ് ബോൾ കൊടുക്കുക, ഇത്ര പോലുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു 4-5 പ്ലെയേഴ്സിനെ ഒരുമിച്ച് ബൈപ്പാസ് ചെയ്യുക, ഡയറക്റ്റ് ഫ്രണ്ട് 3 ഏതെങ്കിലും ഒരു പ്ലെയറിന് കൊടുക്കുക. എസ്പെഷ്യലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് 3 നോക്ക്, അവരെ 3 പേരും ഇവിടെ അത് ഞാൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പറയാം ഫ്രണ്ട് 3 എങ്ങനെ ചേഞ്ച് ആവുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് 3 ഇവർ 3 പേര് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, അതായത് ഒരു സ്ക്വീസ് ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ. അത് എന്തുകൊണ്ടെന്ന് ഞാനിപ്പം അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ട്രയാങ്കിളും ഏകദേശം സ്പേസ് കുറഞ്ഞിട്ട് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ട്രയാങ്കിളാണ് ആ ഒരു അമോറിയത്തിൻ്റെ സ്റ്റൈലൊന്ന് ഫോം ചെയ്തില്ല. ആ ഒരു ഫോം ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ 2 വിങ് ബാക്കിനും കയറി കളിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. അപ്പം ഈ ഒരു രീതിയിൽ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആ നേരത്തെ കണ്ട ആ ഒരു ക്ലിപ്പിൻ്റെ ബാക്കി വരുന്ന ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഇവിടുന്ന് ഡയറക്റ്റ് ബോൾ ഇവിടെ ഫ്രണ്ട് 3 കൊടുത്തു. അപ്പം ഇത്രത്തോളം ആൾക്കാർ സ്ക്വീസ് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ മീൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിങ് ബാക്കിന് ഇത്രത്തോളം സ്പേസ് കിട്ടും. പ്രത്യേകിച്ച് ദിയാലോ അല്ലെങ്കിൽ ഡോർഗുനെ പോലെ നല്ല സ്പീഡിലെ പ്ലെയേഴ്സും കൂടി ആകുമ്പോൾ ആ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ഇതിൻ്റെ ബാക്കിയും കൂടി കണ്ടോ, അത് പെനാൽറ്റി. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ ട്വീക്ക് എന്താ പറയണ്ടേ, അമോറിയത്തിൻ്റെ ഒരു പുതിയ സീസണിൽ
പഴയ ഫോർമേഷൻ പക്ഷേ പ്ലസ് ചെറിയ ഒരു പ്ലെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൂടെ ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിങ് ബാക്ക് എത്രത്തോളം ക്രൂഷ്യൽ ആണെന്നുള്ളത്. അപ്പം അതേ ടാക്ടിക്സ് ഇവിടെ ഡിലിറ്റ് കുറച്ച് കയറി വന്നിട്ടുണ്ട്. അത് കൂടാതെ ബൈപ്പാസ് ചെയ്യുന്ന രീതി കണ്ടോ, യോറോൻ്റെ പാസ് ഡയറക്റ്റ് ഫ്രണ്ട് 3 ഒരു പ്ലെയറിന് കിട്ടുന്നു. ഓക്കെ, ആ ഒരു ഏരിയയിലെ പ്ലെയേഴ്സിനെ ഫുള്ള് ബൈപ്പാസ് ചെയ്തു, ബാക്കിൽ നിന്ന് ഡയറക്റ്റ് ഫ്രണ്ട് 3. ഇതും ഫ്രണ്ട് 3 ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഫ്രണ്ട് 3 കളിച്ച് അപ്പം ആ ഒരു പാസ് കൊടുത്തത് ഡിയാലോ ആണ് ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. യോറോക്ക് പന്ത് കൊടുത്തതിന് ശേഷം ഡിയാലോക്ക് ഉറപ്പുണ്ട് ആ ഒരു പന്ത് തിരിഞ്ഞ് എൻ്റെ ഒരു ഏരിയയിലേക്ക് തന്നെ വരും. അതുകൊണ്ട് ആ പുള്ളിക്കാരൻ പന്ത് കൊടുത്ത് പുള്ളിക്കാരൻ്റെ ആ ഒരു റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു പാസും എത്രത്തോളം സ്പേസ് ഡിയാലോക്ക് ഇത്രയും സ്പേസ് പുള്ളിക്കാരന് കവർ ചെയ്യാനുണ്ട്. അപ്പം ബേസിക്കലി സേയിങ് അമോറിയത്തിൻ്റെ ഈ ഒരു ന്യൂ ടാക്ടിക്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതുകൂടാതെ എന്തുകൊണ്ടാണ് ഇതിൽ സെസ്കോ കളിക്കുന്നില്ല, സെസ്കോ ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പം ഈ ഒരു ടാക്ടിക്സിൽ പുതിയ ടാക്ടിക്സിൽ എന്തുകൊണ്ടാണ് സെസ്കോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ബേസിക്കലി ഒരു ഫ്രണ്ട് 3 എന്ന് പറയുന്നത്. ആൾക്കാർ ചേഞ്ച് ചെയ്യും, കാരണം സെസ്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇതിലൊരു അംഗമായത്. ഇപ്പം ബേസിക്കലി ഇവിടെ എംബൂമ വരും, ഇവിടെ ക്യൂഞ്ഞ വരും, ഇവിടെ സെസ്കോ വരും. സ്ട്രൈക്കർ പൊസിഷൻ കുറച്ച് അഡ്വാൻസ് ആയിരിക്കും. അപ്പം സെസ്കോൻ്റെ ഒരു കരിയർ സ്റ്റാറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ ബുണ്ടസ് ലീഗ 2024-25 ബെഞ്ചമിൻ ഷെഷ്കോ. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു ഷോട്ട് റേഞ്ച് നമ്മൾ നോക്കിയാൽ ഈ ഒരു ഔട്ട്സൈഡ് ബോക്സിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് ഏകദേശം ഒരു 40-45% അല്ലെങ്കിൽ ഒരു 35% മുകളിൽ എന്തായാലും ഉണ്ടാവും. ഒരു 40% ഷോട്ടും ഔട്ട്സൈഡായിരുന്നു പുള്ളിക്കാരൻ്റെ. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് മാത്രമല്ല, ലെഫ്റ്റ് ഈ ഒരു ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഫുട്ട്, ഇത് ലെഫ്റ്റ് ഫുട്ട്, ഇത് റൈറ്റ് ഫുട്ട്, ഇത് ലെഫ്റ്റ് ഫുട്ട്, ഇത് ലെഫ്റ്റ് ഫുട്ട്, ഇത് റൈറ്റ് ഫുട്ട്. അത് പുള്ളിക്കാരൻ 2 കാല് കൊണ്ടും ബോക്സിൻ്റെ പുറത്ത് നിന്ന് പോസ്റ്റിലേക്ക് അടിക്കാനുള്ള കഴിവുണ്ട്. അതുകൂടാതെ ഞാൻ സെസ്കോരെ പ്ലെയർ അനാലിസിസ് കാണിച്ച ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് 3 എല്ലാ സ്ഥലത്തും ആ ഒരു ഹീറ്റ് മാപ്പ് കണ്ടാൽ മനസ്സിലാവും, എല്ലാം ഓൾ ഓവർ ദ പിച്ച് ഓടിക്കളിക്കാൻ കെൽപ്പുള്ള ഒരു താരമാണ് സെസ്കോ. അപ്പം ഈ ഒരു പുതിയ അമോറിയത്തിൻ്റെ സിസ്റ്റത്തിൽ ഈ ഒരു പൊസിഷനിൽ മിഡ്ഫീൽഡിൽ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യും, അതേപോലെ എംബൂമ ക്യൂന സ്ക്യൂസ് ചെയ്യും, സെസ്കോ കുറച്ച് അഡ്വാൻസ് ആയിട്ട് കളിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ 2 ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ് അത് ഡോർഗൂനും ഡിയാലോക്കും ഓവർലാപ്പ് ചെയ്ത് കളിക്കാനും, അത് കൂടാതെ പന്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ പാസ് കൊടുക്കുക, വാട്ടെവർ നമ്മൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ സെസ്കോക്ക് ഇവിടെ നിന്ന് ഏത് ഭാഗത്തും ഇവിടെ നിന്നാലും ബോക്സിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും. ഞാൻ യോക്കറസിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ആർസണലിൻ്റെ ടാക്ടിക്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യോക്കറസ് ഒരു ടിപ്പിക്കൽ ബോക്സ് പ്ലെയർ ആണ്. അപ്പം പുള്ളിക്കാരന് ബോക്സിലേക്ക് മാക്സിമം പന്ത് എത്തിച്ചു കൊടുക്കും. പക്ഷേ സെസ്കോനെ സംബന്ധിച്ചിടത്തോളം ബോക്സിലേക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിലും ബോക്സിൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സ് പോസ്റ്റിലേക്ക് അടിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് സെസ്കോ. അപ്പം ഇവിടെ നിന്ന് ഇത് ചെയ്യുന്ന, അതായത് ഇവർ കയറി കളിക്കുന്ന ഈ സ്പേസിൽ നിന്ന് പന്ത് ഈ ഒരു ഭാഗത്തേക്ക് സെസ്കോക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് അടിച്ച് കയറ്റാം, ഏത് ഭാഗത്തായാലും ഇവൻ ബോക്സിൽ നിന്നും അടിച്ച് കയറ്റാം. ഒരു യൂട്ടിലിറ്റി ഫോർവേഡ് എന്ന രീതിയിലാണ് സെസ്കോന ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ആ ഒരു എവർട്ടനെതിരായുള്ളൊരു മത്സരത്തിൽ അമോറിയം ചെയ്ത ചെറിയ ഒരു ടാക്ടിക്കൽ ട്വീക്ക് വരുന്ന സീസണിൽ അധിക മത്സരത്തിലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ബേസിക്കലി. അപ്പോൾ അങ്ങനെ
കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർമേഷനും അതുകൂടാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേ മേക്കിംഗും ആണ് ആ ഒരു സിസ്റ്റത്തിലുള്ളത്. അപ്പം ഒരു നല്ല ഒരു സ്ട്രൈക്കർ ഇപ്പോൾ യുണൈറ്റഡിലേക്ക് വന്നു. പക്ഷെ എനിക്ക് ആകെയുള്ളൊരു കൺഫ്യൂഷൻ അല്ല, ആകെയുള്ളൊരു പ്രശ്നം യുണൈറ്റഡിൻ്റെ ആ ഒരു 11 എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കൂടെ കളിക്കുന്ന ഒരു പ്ലെയറാണ് എനിക്കൊരു കൺസേൺ എന്ന് പറയുന്നത്. പൊസിഷനിൽ ബലേവ വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് സെറ്റാണ്. അപ്പം ടോപ്പ് 4 വരുമോ എന്ന് എനിക്കറിയില്ല. ബേസിക്കലി കുറച്ച് ടഫായിരിക്കും, പക്ഷേ ട്രൈ ചെയ്യുക ടോപ്പ് 4 എത്താൻ. പക്ഷേ സ്റ്റിൽ ബലേവ വന്നാൽ യുണൈറ്റഡ് സെറ്റ്, അല്ലെങ്കിൽ കുറച്ച് ടഫായിരിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും യുണൈറ്റഡ് ഫാൻസോ ആരെങ്കിലും കാണുന്ന കളി കണ്ടവരാണെങ്കിൽ, വലിയ ഫാൻ ആണെങ്കിൽ, ടാക്ടിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ, വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അങ്ങനെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാനത് അടുത്ത വീഡിയോസിലൊക്കെ നോക്കി തിരുത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.